എപ്പിസ് സെറാന ഇൻഡിക്ക എന്ന് പറയുന്ന തേനീച്ചയുടെ മഴക്കാല പരിചരണമാണെന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ കൂടിനുള്ളിൽ തേനീച്ച ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുന്നു. പിന്നെ നമ്മുടെ ആയുധമായിട്ടുള്ള സ്മോക്കർ, തേനീച്ചകളെ പുകച്ച് പുറത്തിയടിക്കാനും അകത്ത് പുകച്ച് മയക്കി കിടത്താനും ഉപയോഗിക്കുന്ന ആയുധമാണ് സ്മോക്കർ. സ്മോക്കർ ഉപയോഗിച്ച് നമ്മൾ ആയുധം പുക തയ്യാറാക്കിയതിനു ശേഷം അതിനെ മൂടിയെടുത്ത് മാറ്റും. തുടർന്ന് തേനീച്ചക്കൂട് പരിശോധിക്കും. തേനീച്ചക്കൂടിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട്. അതായത് മഴക്കാലത്ത് ഇത്രയും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ തേനീച്ചക്കൂടിൽ വിജയിക്കുകയുള്ളൂ. അതിൻ്റെ മൂടിയിൽ ഈർപ്പം അടിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത്രയും ബന്ധവസ്ഥായിട്ട് നമ്മൾ പൊതിഞ്ഞിട്ടും ഈർപ്പം കെട്ടി നിൽക്കുന്നത്? അതൊരു ഡ്രോബാക്കാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഹണിച്ചമ്പ് വെച്ചതുകൊണ്ട് അത് നേരിട്ട് തണുപ്പ് തേനീച്ചയെ കടിക്കാത്തത് കൊണ്ടാണ് ആ കൂട് നാശമായി പോകാതിരുന്നത്. തുടർന്ന് രണ്ട് ഫ്രെയിം, ഹണി ചേമ്പറിനുള്ളിൽ 2 ഫ്രെയിം ഉണ്ട്. അത് ഹണി കോമ്പായിരുന്നു. ഹണി ഉണ്ടാ സമയത്ത് അത് വെച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിനകത്ത് ഹണി ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് ജൂൺ 30 ജൂൺ 30 തന്നെ മുമ്പേ നമ്മൾ ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷേ ഫീഡിങ് കുറച്ച് ഉണ്ടായതുകൊണ്ടാണ് നമ്മളത് വെച്ചത്. ഇപ്പോൾ അതിനകത്ത് ഫീഡിങ് ഇല്ല. നമ്മൾ അങ്ങനെ 2 കോമ്പും ഒഴിവാക്കും. തുടർന്ന് നമ്മൾ തേനീച്ചക്കൂട്ടിനുള്ളിൽ ഉള്ള അടിപ്പലക വൃത്തിയാക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. കാരണം നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അടിപ്പലകയിലാണ് ഏറ്റവും വേസ്റ്റ് വന്ന് വീണിട്ടുള്ളത്. ആ വേസ്റ്റിനകത്ത് മെഴുക് പുഴുക്കൾ വളരാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഈ അടിപ്പലക കൃത്യമായി വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ അടിപ്പലകയുടെ ഒരു വശത്ത് വെള്ളവും മെഴുകിൻ്റെ അവശിഷ്ടങ്ങളും കൂടി ചേർന്ന ഒരു കൂമ്പാരം, ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് തന്നെയായിട്ടുണ്ട്. നമ്മളത് തുണി ഉപയോഗിച്ച് തുടച്ച് കളയും, വൃത്തിയാക്കും. കൂട് പിന്നീട് യഥാർത്ഥ സ്ഥാനത്തേക്ക് തിരിച്ചു വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അതിനകത്തുള്ളിലുള്ള ഫ്രെയിമുകൾ ഓരോന്നായി പരിശോധിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഹണിച്ചാമ്പ് എടുത്ത് മാറ്റുകയും ആ ഫീഡിങ് കൊടുക്കുന്ന പാത്രങ്ങൾ ഒഴിവാക്കുകയും ചെയ്തതിന് ശേഷമായിരിക്കണം കോമ്പുകൾ പരിശോധിക്കേണ്ടത്. ആദ്യത്തെ കോമ്പ് എടുത്തപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനകത്ത് പകുതി കോമ്പേ ഉള്ളൂ. പകുതി ഞാൻ വെട്ടിക്കളഞ്ഞതാണ്. കാരണം അതിനകത്ത് ഫീഡിങ് ഉണ്ടായിരുന്നു കുറച്ച്. ആ ഫീഡിങ് തേനീച്ചകൾ എടുക്കാൻ വേണ്ടിയാണ് അത് വെച്ചിരുന്നത്. നമ്മൾ ഈ കോമ്പ് പരിപൂർണമായിട്ട് ഒഴിവാക്കി അത് ഫ്രഷ് കോമ്പായിട്ട് അത് കാലി ഫ്രെയിമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഈ മഴക്കാലത്തിന് മുമ്പ് പുതിയ ഫ്രെയിം പണിയാനുള്ള സാഹചര്യം പുതിയൊരു കോമ്പ് പണിയാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇത്തവണ ഇവിടുന്ന് ഒഴിവാക്കുന്നത്. എന്നിട്ട് അതിൽ കോമ്പ് മെഴുക് ഒഴിവാക്കി ഫ്രെയിം മാത്രം ഇട്ട് കൊടുക്കും അവസാനം. രണ്ടാമത്തെ കോമ്പ് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. കാര്യമായിട്ട് ഫ്രഷ് കോമ്പാണ്. പക്ഷേ അതിനകത്ത് തേനീച്ചകൾ അതിനകത്ത് പൂമ്പൊടി മാത്രമേ ശേഖരിച്ചിട്ടുള്ളൂ. അതിനകത്ത് കാര്യമായിട്ട് മുട്ടകളൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വെച്ചു. പിന്നീട് മൂന്നാമത്തെ കോമ്പാണ്. മൂന്നാമത്തെ കോമ്പിൽ എടുത്ത് വെച്ചപ്പോൾ അത് ആണ് ഈ കൂടിൻ്റെ ആരോഗ്യമുള്ള ഒരു കൂടിൻ്റെ ലക്ഷണമായിട്ട് തോന്നുന്നത്. കാരണം അതിനകത്ത് ഒരുപാട് ബ്രൂഡായിട്ട് നിൽക്കുന്ന ഒരുപാട് മുട്ടകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് തന്നെ റാണി കാണാനും ആ റാണി ആ ഭാഗത്ത് എവിടെയും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം കൂടുതൽ സ്ട്രെങ്തായി നിർത്തുന്നത് ആ മുട്ടകൾ വിരിയുമ്പോഴാണ് കൂടുതൽ സ്ട്രെങ്തായി. പിന്നീടുള്ള കോമ്പിനകത്ത് ഹണിയാണ് കൂടുതൽ. ഹണി അവരുടെ ഫീഡിങ് എടുത്തു വെച്ചിരിക്കുന്നതാണ്. അവരുടെ ഈ മുട്ടകൾ ഇട്ട് കഴിഞ്ഞാൽ അവയ്ക്ക് കൂടുതൽ ഫീഡിങ് ലാർവകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ഈ
പൂമൊടിയും തേനും ചേർന്ന മിശ്രിതമായതുകൊണ്ട് അതിനകത്ത് ആ ഫ്രെയിമിനകത്ത് അതാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഈ മഴക്കാലം കഴിയുന്ന മുറയ്ക്ക് ആഗസ്റ്റോടുകൂടി നമുക്ക് അതൊക്കെ വെട്ടി ഒഴിവാക്കി പുതിയ ഫ്രെയിം പണിയാൻ സാഹചര്യം കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇത് ബ്രൂഡുണ്ട്, അത്യാവശ്യം നല്ല ബ്രൂഡുള്ള ഒരു കോമ്പാണ് ഇത്. ഇതിനുള്ളിലും റാണി കാണാനുള്ള സാധ്യതയുണ്ട്. റാണിയെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. റാണിയെ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി നിൽക്കുന്നില്ല. കാരണം നോക്കിയാലും അത് കാണണം എന്ന് ഇല്ല. അങ്ങനെ നമ്മൾ അവസാനത്തെ കോമ്പ് പരിശോധിക്കുന്നു. അവസാനത്തെ കോമ്പ് ഏതാണ്ട് ബ്രൂഡുള്ള കോമ്പാണ്. അങ്ങനെ 3 ബ്രൂഡുള്ള കോമ്പുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 നല്ല ശക്തമായ ബ്രൂഡുണ്ട്. ഇതിൽ നല്ല ശക്തമായ രീതിയിൽ തേനീച്ചകളുണ്ട്. അതായത് ഈ കൂടിൻ്റെ സ്ട്രെങ്ത് കുറയാതെ നമുക്ക് കൂട്ടാൻ പറ്റി. അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ മെഴുക് പുഴുവിന്, അതായത് ചെറിയ വേസ്റ്റുകൾ അടിഞ്ഞു കൂടിയിരിക്കുന്ന സ്ഥലം കണ്ടിട്ടുണ്ട്. അവിടെ മെഴുക് പുഴുവുണ്ട്. നമ്മളതിനെ കമ്പുകൊണ്ട് കോലുകൊണ്ട് എടുത്ത് മാറ്റിയതിന് ശേഷം ആ ഫ്രെയിം ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇനി നമുക്കുണ്ടെങ്കിൽ ഒരു ഫ്രെയിം ബാക്കിയുണ്ട്. അത് കാലി ഫ്രെയിമായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് ഇട്ട് കൊടുക്കും. ഇത് നമ്മൾ വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം കാലി ഫ്രെയിമായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫീഡിംഗ് ആണ്. ഫീഡിംഗ് കൊടുക്കേണ്ടതുണ്ട്. ഫീഡിംഗ് കൊടുത്താൽ മാത്രമേ തേനീച്ച കൂടുള്ളൂ. തേനീച്ചകൾക്ക് വളരാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. കാരണം അവയുടെ ഹണി എല്ലാം തന്നെ നമ്മൾ എടുക്കുകയോ അത് തീർന്നു പോവുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫീഡിംഗ് കൊടുക്കണം. നമ്മൾ 2 ചിരട്ടയിലായിട്ടാണ് ഫീഡിംഗ് കൊടുക്കുന്നത്. അത് നമ്മൾ ഇത്തവണ കൊടുക്കുന്നത് വെള്ളം ഒരുക്കിയതാണ്, ശർക്കര പാനിയാണ് കൊടുക്കുന്നത്. മുമ്പ് നമ്മൾ ഹണി ചേമ്പർ അതിനകത്ത് വെക്കേണ്ടതുണ്ട്. ഹണി ചേമ്പർ വൃത്തിയാക്കി വെക്കുക. ഈർപ്പം നിറഞ്ഞ മേൽമൂടി നമ്മൾ വൃത്തിയാക്കുകയാണ്. എന്നിട്ട് നമ്മൾ മൂടി കെട്ടി വെച്ചതിന് ശേഷം കൂട് ഭദ്രമായി മഴ കൊള്ളാതെ വീണ്ടും കെട്ടിവെക്കേണ്ടതുണ്ട്. കെട്ടിവെച്ചതിന് ശേഷം നമുക്ക് ഈ തേനീച്ചക്കൂട്ടിലെ മഴക്കാല പരിചരണം